തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഫസ്റ്റ് കൊരിന്ത്യൻസ് 1 കൊരിന്തി 15-ാം അധ്യായത്തിൻ്റെ 57-ാം വാക്യം ഞാൻ വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ജയം നൽകുന്ന ദൈവം, യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവം. ജയിച്ചവനാണ് ലോകം അംഗീകാരം നൽകുന്നത്. തോൽക്കുവാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. തോൽക്കുന്നവരും ജയിക്കുന്നവരും ഏത് ടീമാണെന്നുള്ളത് ഈ വേൾഡ് കപ്പും മറ്റതുമൊക്കെ നോക്കുമ്പോൾ അറിയാം. തോറ്റ ടീം ഏതാണ്, ജയിച്ച ടീം ഏതാണെന്ന് ആരും പറയാതെ അവരുടെ എക്സ്പ്രഷൻസ്, അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഈ ടീം ജയിച്ചു, ഈ ടീം തോറ്റു എന്നുള്ളതറിയാം. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മൾ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. കാരണം നമ്മുടെ കർത്താവ് എല്ലാ മേഖലകളിലും ജയിച്ചവനാണ്. പാപത്തെയും ശാപത്തെയും രോഗത്തെയും പിശാചിനെയും മരണത്തെയും എല്ലാറ്റെയും ജയിച്ച ജയാളിയാണ്. ഇപ്പോൾ ഈ ആലയത്തിലുണ്ട്. നമ്മൾ ചില ഐഡിയോളജികളെ പിൻപറ്റുന്നവരല്ല, ജീവനുള്ള യേശു എന്ന വ്യക്തിയെ പിൻപറ്റുകയാണ്. മറ്റൊരൊറ്റ മതത്തിലും മാർഗത്തിലുമില്ല. അവരൊക്കെ ഏതോ ആരാണ്ട് എങ്ങാണ്ട് പറഞ്ഞ ആശയങ്ങളുടെ പുറകെ പോകുമ്പോൾ നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്ന നമ്മുടെ മധ്യേ വരുന്ന യേശുവിനെ പിൻപറ്റുന്നവരാണ്. ആ കർത്താവ് നമുക്ക് ജയം നൽകും. തിരുവെഴുത്തിൽ 2 ശമൂവേൽ നമുക്ക് കാണാം, ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ദാവീദിന് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു. മെയിൻലി 5 ശത്രുക്കളുണ്ടായിരുന്നു, പ്രധാനമായിട്ട് 5. അവയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് എൻ്റെയും ശത്രുവാണല്ലോ എന്ന് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാകും. ദാവീദ് നേരിട്ട ശത്രുക്കൾ മറ്റൊരളവിൽ നമ്മുടെയും ശത്രുവായിട്ട് നിലനിൽക്കുന്നു. പക്ഷേ നമുക്കും കർത്താവ് ജയം നൽകും. ചെന്നിടത്തൊക്കെയും ജയം നൽകിയെങ്കിൽ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെയും കർത്താവ് നമുക്ക് ജയം നൽകും. ഒന്നാമത്തെ ശത്രു, ദാവീദിൻ്റെ ഒന്നാമത്തെ ശത്രു. ആ 5-നെ 3-എന്നും 2-എന്നും ഡിവൈഡ് ചെയ്യണം. ആദ്യത്തെ 3-നോട് ഡീൽ ചെയ്ത പോലെ അല്ല ഒടുവിലത്തെ 2-നോട് ഡീൽ ചെയ്തത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഒന്നാമത്തേത് ഒന്നാമത്തേത് ഒരു സിംഹം, പിന്നെ ഒരു കരടി, പിന്നെ ഗോലിയാത്ത്, പിന്നെ ശൗല്, പിന്നെ അബ്ശാലു. 5 ശത്രുക്കളെ മനസ്സിലായോ? ഏലാത്താഴ്വരയിൽ ഗംഭീരമായ യുദ്ധം നടക്കുകയാണ്, പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പക്കൊട്ടയം ചുമന്നുകൊണ്ട് ദാവീദ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തൻ്റെ സഹോദരന്മാരുടെ ഒരു പരിഹാസം കേട്ടു. പോടാ, വീട്ടിൽ പോകാൻ പറഞ്ഞു. നീ യുദ്ധം കാണാനല്ലയോ? അവിടെ എന്നാ യുദ്ധം നടക്കുന്നു? ഈ ചേട്ടന്മാർ 3 ഉണ്ടല്ലോ, 3 അവധിക്ക് നാട്ടിൽ ചെല്ലുമ്പം ഭയങ്കര വീര കഥകളൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഞാനൊക്കെ ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എരവേരി പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം ഉണ്ടായി. അന്ന് ഞങ്ങളുടെ അടുത്ത് പട്ടാളത്തിൽ നിന്ന് വന്നവരൊക്കെ പറയും, പാകിസ്ഥാൻ്റെ മിസൈലുകൊണ്ട് ഞാൻ 4 മണിക്കൂർ ഒറ്റ അടി കൊടുത്തു. മിസൈല് തെറിച്ച് അവിടെ ചെന്ന് വീണ് പൊട്ടി. പിന്നെ ഒരുത്തം വന്ന് പറഞ്ഞ് ഞാനിങ്ങോട്ട് വന്നപ്പം ഒരു ബോംബ്, പാകിസ്ഥാൻ്റെ ഒരു ബോംബ് കായ്മടക്കി വോളിബോൾ അടിക്കും ഒറ്റ അടി കൊടുത്തു. അത് അവിടെ ചെന്ന് പൊട്ടി, അവരെല്ലാം ചെന്നു. ഞങ്ങൾ പാവം പിള്ളേർ ഇതെല്ലാം സത്യമാണെന്ന് വിചാരിച്ച് അതിങ്ങനെ കണ്ടെന്ന് പറഞ്ഞു. ദാവീദ് ബേത്ലഹേമിൽ ഈ 3 പേരുണ്ടല്ലോ, അവർ 3 ബേത്ലഹേമിൽ ചെല്ലുമ്പോൾ ഇതുപോലുള്ള കഥകൾ പറഞ്ഞതാ. ഞാൻ ആ ഫെലിസ്തീനെ മലർത്തി അടിച്ചു, ഗോലിയാത്തിൻ്റെ അപ്പനെ തല്ലി എന്നെല്ലാം പറഞ്ഞ ദാവീദ് എന്നപ്പം 40 ദിവസമായിട്ട് കയറി നിൽക്കുകയാണ്. ഒരുത്തൻ 40 ദിവസം നേരിടാൻ ഒരൊറ്റ എണ്ണമില്ല. ഈ 3 ചേട്ടന്മാരെ വെട്ടിലായി. പറഞ്ഞതെല്ലാം തണ്ട് ഇവൻ നേരിട്ട് കാണുക. പോടാ, അവിടെ 5-6 ആടുള്ളതിൻ്റെ പുറകെ നീ എന്തിനാ യുദ്ധം കാണാൻ വന്ന്? അവൻ പറഞ്ഞു, ഞാനൊരു വാക്കല്ല പുള്ളി അങ്ങ് ഒഴിഞ്ഞു മാറി. നമ്മളോട് ഈ വലിയ ഇതിനൊക്കെ വരുന്നവരുടെ അങ്ങ് തർക്കിക്കാനൊന്നും വേണ്ട, ഇങ്ങനെ അങ്ങ് മാറിയേക്കണം. ഒഴിഞ്ഞു മാറിപ്പോയി. കാര്യം ശൗലറിഞ്ഞു. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നു. വിളിച്ചു, നിനക്ക് പ്രാപ്തിയില്ല. എങ്ങനെയുണ്ട് വാല്യുവേഷൻ? നിനക്ക് അവനോട് എതിർക്കാൻ പ്രാപ്തി ഇല്ല. അന്നേരമാണ് ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചത്. നമ്മളുടെ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ പങ്കുവെക്കേണ്ട മേഖലകളിൽ പറഞ്ഞിരിക്കണം. ആ ജ്യേഷ്ഠന്മാർ പോലും അറിഞ്ഞിട്ടില്ല, എൻ്റെ അതിൽ അപ്പൻ പോലും അറിഞ്ഞു കാണത്തില്ല. ഒരിക്കൽ ഒരു സിംഹം എൻ്റെ നേരെ വന്നു, പിന്നൊരിക്കൽ ഒരു കരടി എൻ്റെ നേരെ വന്നു. ഞാനതിനെ കയ്യിൽ യാതൊരു ആയുധവുമില്ലാതിരിക്കെ അതിനെ കീറിക്കളഞ്ഞു എന്നൊരു സാക്ഷ്യം. ഹല്ലേലൂയ.
ആ സിംഹം അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ചോറ് നീ പോ, നടക്കുമായിരിക്കും. പിന്നെ പുള്ളി ഒരു എക്സ്ട്രാ ഫിറ്റിങ് കൊടുത്തു. അത് ശൗൽ എല്ലാവരേക്കാളും പൊക്കമുള്ളവനാണ്. അതെടുത്ത് ദാവീദിൻ്റെ മേളിലിട്ട് കഴിഞ്ഞാൽ ദാവീദിൻ്റെ തല പോലും വെളിയിൽ കാണത്തില്ല. അതുപോലെ ആണ് ദാവീദിൻ്റെ ഹൈറ്റ്. ഏതായാലും പുള്ളി അത് ഇട്ട് നോക്കി, ഇങ്ങനൊന്ന് നടന്നു നോക്കി, ഒരു രക്ഷയില്ല, ഊരി അവിടെ വെച്ചു. പിന്നെ തനിക്ക് പരിചിതമായ 2 സാധനങ്ങൾ, തനിക്കുള്ള ഒരു ഇടയൻ്റെ വടിയും എടുത്തു, കയ്യിൽ കവണിയും എടുത്തു, എന്നിട്ട് പോവുകയാണ്. അപ്പോൾ ഈ സിംഹം നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ പിശാചാണ്. പിശാച് എന്ന ശത്രു നമ്മുടെ നേരെ വെല്ലുവിളിക്കുവാനായിട്ട് കടന്നു വരും. പിശാചിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അവൻ സമ്പൂർണമായി പരാജയമടഞ്ഞ ഒരു ശത്രുവാണ്. രാജവെമ്പാല ഭയങ്കര പോയ്സണസ് സ്നേക്കാണ്. ഈ രാജവെമ്പാലയുടെ പല്ല് പറിച്ച് കളഞ്ഞാൽ ഒരു ചേരയുടെ കൂട്ടേ ഉള്ളൂ എഫക്റ്റ്. വേറെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഒരു ചേരയുടെ പവറേ ഉള്ളൂ രാജവെമ്പാലയുടെ പല്ല് പറിച്ചു കഴിഞ്ഞാൽ. അതുപോലെ പല്ല് പറിക്കപ്പെട്ട ഒരു പഴഞ്ചൻ സിംഹമാണ് പിശാച്. കാൽവറി ഗോൽഗോത്തായിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായി 2 സിംഹങ്ങൾ തമ്മിൽ. ഒന്ന് യഹൂദാ ഗോത്രത്തിലെ, മറ്റവൻ ഈ പഴഞ്ചൻ സിംഹം. ആ കാൽവറിയിലെ ഏറ്റുമുട്ടൽ അവൻ്റെ പല്ലും നഖവും പറിച്ചു കളഞ്ഞു, അവനെ നിരായുധനാക്കി. തിരുവെഴുത്തിൽ ഒരു വാക്യമുണ്ട്, പിശാചിനെ അവൻ തോൽപ്പിച്ച് തകർത്തു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നിട്ട് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിയെന്ന് വെച്ചാൽ ഇതെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചെന്നല്ല, സീറോയാക്കിയെന്നാണ്. മേഡ് ടു സീറോ, നള്ളിഫൈ ചെയ്ത് അവൻ്റെ സകല പവറും എടുത്തു. മരണത്തിൻ്റെ അധികാരി ആയിരുന്ന പിശാച് ഇപ്പോൾ അവൻ അധികാരം ഇല്ല. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ആരുടെ കയ്യിലാണെന്നറിയാമോ? യേശുവിൻ്റെ കയ്യിലാണ്. കർത്താവിന് സ്തോത്രം. അങ്ങനെ അവനെ നിരായുധനാക്കി വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ബൈ ഫോഴ്സ്, മനസ്സോടെ വെച്ചതല്ല, വെക്കാൻ പറഞ്ഞവിടെ. കാൽവറി ചുവട്ടിൽ യേശുവിൻ്റെ കാൽക്കൽ സകല അധികാരങ്ങളും വെപ്പിച്ചു. അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായ കാഴ്ചയാക്കി. ഇതൊക്കെയാ ദൈവമക്കൾ കാണേണ്ടത്. മനസ്സിൽ ചിന്തിക്കണം. പിശാചിനെ പേടിച്ച് നടക്കുന്ന 100 കണക്കിന് ദൈവമക്കളെ ഞാൻ, അവൻ വല്ലതും ആ ജനലിൽ കൂടെ കയറി വന്നാൽ നമ്മൾ എന്തോ ചെയ്യും? അവൻ ഒരു വരത്തു പോകും. നല്ല ദൈവദാസന്മാരും കാഞ്ഞ പുള്ളികളുണ്ട് കേട്ടോ, ഈ പേടിപ്പിക്കുന്നവർ. നിങ്ങളുടെ വീടിൻ്റെ മേളിൽ കൂടെ ഒരു പറക്കലുണ്ട്, ആ കാക്കയായിരിക്കും. പുള്ളി കാക്കയെ കണ്ടേച്ചാ ഇത് പറഞ്ഞത്, കറുത്തതല്ലേ. ഇങ്ങനെ വിശ്വാസികളെ വിരട്ടുന്നവരുണ്ട്. പിശാചിനെ ഒരു വലിയ പവറുള്ള ഏതാണ്ടൊരു സാധനമായിട്ട് അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ. നോ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഐസിൽ ചവിട്ടി ഇങ്ങോട്ട്, സ്നോയിൽ ചവിട്ടി ഇങ്ങോട്ട് കയറി വരുമ്പം നിങ്ങൾ എന്തോ എടുക്കുന്നത്, ആ കാർപ്പറ്റയിലോട്ട്, ആ ചവിട്ടുമെത്തേലിട്ട് ഇങ്ങനെ ചവിട്ടത്തില്ലേ, അതിനു വേണ്ടിയാണ് ഇന്ന് പിശാചിനെ വെച്ചിരിക്കും. ദൈവമക്കൾക്ക് ചവിട്ടുവാൻ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ ചവിട്ടുവാൻ നിങ്ങൾക്ക് അധികാരം. പിന്നെ ഒരു വാക്യമുണ്ട്, തീർന്നില്ല, ഒന്നും ഒരിക്കലും ഒരു ദോഷവും. പിശാച് തോറ്റവനാണെന്ന് നിങ്ങൾ അറിയണം. ഒരു സംഭവം നടന്നത് ഞാൻ ഓർപ്പിക്കാം. 1945 സെക്കൻഡ് വേൾഡ് വാർ കംപ്ലീറ്റായി. ഐക്യകക്ഷി ജയിച്ചു, എതിർശക്തി മുഴുവൻ തോറ്റ് തരിപ്പണമായി. ബാറ്റിൽ ഷിപ്പ് മിസൗറിയിൽ ഒരു പ്രത്യേക സെറിമണി നടക്കുകയാണ്. ഐക്യകക്ഷിയുടെ കമാൻഡറായിരുന്ന ജനറലായിരുന്ന മക്കാർദർ ഫുൾ യൂണിഫോമിൽ മെഡലുകളും സകലതും ധരിച്ച് ആ ഷിപ്പിലെ ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ താൻ സിംഹാസനത്തിലിരുന്നു. തോറ്റ ജപ്പാൻ്റെ സൈന്യാധിപനെ പൊക്കിയെടുത്തുകൊണ്ട് വന്നു. ഫുൾ പവറിൽ അവൻ്റെ മെഡലെ സകല സാധനങ്ങളുമായിട്ട് അവനെയും കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന മക്കാർദറിൻ്റെ മുമ്പിലേക്ക് ഇവൻ സാവധാനം ചെല്ലുക. സാവധാനം ചെന്നിട്ട് ഇങ്ങനെ നിന്നു. ജയിച്ചവൻ്റെ മുമ്പിൽ തോറ്റവൻ നിൽക്കുക. നിന്നിട്ട് സല്യൂട്ട് ചെയ്തു. ഈ മക്കാർദർ എഴുന്നേറ്റ് വന്നിട്ട് ആദ്യമേ ഇവൻ്റെ ക്യാപ്പ് എടുത്തൊരു ഏറ് കൊടുത്തു. രണ്ടാമത്തേത് ഇവൻ്റെ മടലുണ്ടല്ലോ, ഇവിടെ 5-6 മടലുകൾ, അത് മുഴുവൻ ഊരിയെടുത്തെറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ പുള്ളിക്കൊരു ബനിയനും ഒരു നിക്കറും ഉണ്ടായിരുന്നു. ആയുധവർഗം വെപ്പിച്ചെന്നൊരു വാക്യമുണ്ടല്ലോ. ഇവൻ്റെ സകല അധികാരങ്ങളും അവൻ നീക്കി. അത് കഴിഞ്ഞിട്ട് ഇവൻ തോറ്റവനെ അടിച്ച് വെളിയിൽ കളഞ്ഞു. ദൈവജനമേ, ഇതാണ് ക്രൂശിൽ നടന്ന സംഭവം.
ദൈവത്തിൻ്റെ പുത്രൻ നാളതുവരെ അഭിനയിച്ചു കൊണ്ടിരുന്ന പിശാചിനെ അടിച്ചുടച്ച് സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തി വിശ്വാസികളുടെ മുമ്പിൽ ചവിട്ടുവാൻ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ ഭയപ്പെടരുത്. ഒരു വിശ്വാസി സഹോദരി ഒരിക്കലൊരു നല്ല കാര്യം ചെയ്തു. അന്തസ്സുള്ളവളായിരുന്നു. അവളുടെ വീട്ടിൽ തനിച്ചിരിക്കുമ്പോൾ ഒരുത്തൻ ആ പറമ്പിൻ്റെ മൂല കൂടി ഇങ്ങോട്ട് മുണ്ടും മടക്കി കുത്തി സ്പീഡിൽ ഇങ്ങോട്ട് കയറി വന്നു. വേഗത്തിൽ ഇങ്ങോട്ട് വന്നേച്ച് ഇവരെ വെളിയിൽ അടുക്കള അവിടെ നിൽക്കുകയാണ്. മര്യാദയ്ക്ക് ഇലയിട്ട് ചോറ് വിളമ്പിക്കോളാൻ പറഞ്ഞു. മര്യാദയ്ക്ക് ഷൗട്ട് ചെയ്തു. അവൾ പേടിച്ചുപോയി. വിശ്വാസിയുടെ കാര്യം പിന്നെ ഞാൻ പറയാം, ഇതൊരു വിശ്വാസിയല്ല. അവൾ പേടിച്ചു. ഒന്നും ചെയ്യല്ലേ, ഇപ്പം തരാമെന്ന് പറഞ്ഞു. ഇലയിട്ട് ചോറ് വിളമ്പി ഭർത്താവിനും പിള്ളേർക്കും കൊടുക്കണ്ട. ഇവൻ അത് വാരി സുഖമായിട്ട് തിന്നു. അതിനുശേഷം പോകാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചു, ഒന്ന് നിൽക്കണേ, അപ്പുറത്തെ വീട്ടിൽ എന്തുവാ ചെയ്തത്? ഇവൻ പറഞ്ഞത്, എനിക്ക് ചെയ്തില്ലേ, അപ്പുറത്തെ വീട്ടിൽ ചെയ്തത് ഞാൻ ഇവിടെയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ പേടിച്ച് നിൽക്കുക. അപ്പുറത്തെ വീട്ടിൽ എന്തുവാ ചെയ്തത്? അതോ ഞാനോ? അവിടെയോ? ഞാൻ അവിടെ ഒരു സ്ത്രീ നിൽപ്പുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, മര്യാദയ്ക്ക് ഇവിടെ പറഞ്ഞ പോലെ ഇലയിട്ട് ചോറ് വേണം പറഞ്ഞു. അവൾ പോടാന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അതാ വിശ്വാസി. പോടാന്ന് പറഞ്ഞതാ വിശ്വാസി. അത്രേ ഉള്ളൂ. നീ മാറുക എന്നൊരു കൽപ്പന യേശുവിൻ്റെ നാമത്തിൽ കൊടുക്കേണ്ട കാര്യമേ ഉള്ളന്നേ. അതൊന്ന് പറയണ്ടേ? ചോറ് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുക. പിശാചിനിടം കൊടുക്കരുത്. പിശാചിനിടം കൊടുത്താൽ അവൻ തൻ്റെ ആക്ടിവിറ്റീസ് നോക്കും. രണ്ട് തരത്തിലാണ് അവൻ ഒന്ന് യൂദയുടെ കാര്യം യോഹന്നാൻ 13 വായിക്കാമെങ്കിൽ, പുറത്തുനിന്ന് യൂദയ്ക്ക് തോന്നിപ്പിച്ചു, ഇൻഫ്ലുവൻസ് ചെയ്തു വെളിയിൽ നിന്ന്. ആ തോന്നലിനെ റെസിസ്റ്റ് ചെയ്ത് എതിർക്കാതെ നിന്നതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ കടന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ പിശാചിന് ഒരിക്കലും ഇടം കൊടുക്കാതെ നാം നമ്മെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ ഒരു സ്നേഹിതന്, ഞാൻ കുറച്ച് കാലം ഗൾഫിൽ ബാങ്കിലൊക്കെ ജോലി ചെയ്തു. എൻ്റെ ഒരു സ്നേഹിതനെ റാന്നിക്കാരനൊരു കീക്കൊഴുകാരൻ ഷാജി ഉണ്ടായിരുന്നു, മർത്തോമക്കാരനാണ്. പുള്ളി ഒരു അവധിക്ക് പോയിട്ട് തിരിച്ച് വന്ന് ചിരിയോടെ എന്നോട് പറഞ്ഞു, എൻ്റെ തമ്പി, ഞാനൊരു പണി ചെയ്തേച്ചാ വന്നത്. നിങ്ങളുടെ ആൾക്കാർ ഈ വൈകിട്ട് യോഗത്തിന് പോകുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ പോകുന്നത്. പുള്ളിയുടെ വീട് ഒരു ഉയർന്ന സ്ഥലത്താണ്, താഴെയാണ് റോഡ്. അപ്പോൾ ഈ പുള്ളി നാട്ടിൽ പോയപ്പം ഗൾഫിൽ നല്ല കറുത്തും കരിയും പേടിപ്പിക്കുന്ന തരത്തിലുള്ള റബ്ബർ പാമ്പിനെ കിട്ടും, വളഞ്ഞും തിരിഞ്ഞുമൊക്കെ ഇരി. ഇതേ 2 മേടിച്ചുകൊണ്ടാണ് പുള്ളി പോയത്. ഇതിൻ്റെ വാലയിൽ പ്ലാസ്റ്റിക് നൂല് കെട്ടി മേളിൽ പുള്ളി ഇതിൻ്റെ കൺട്രോളില്ല. ഇപ്പം വിശ്വാസികൾ സന്ധ്യ ആയപ്പോൾ യോഗത്തിന് പോവാം, സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ അമ്മോ എന്നൊരു വിളി. പാമ്പ് പത്തലെടുത്ത് അടിയോടടിയാണ്. പത്തൽ കൊണ്ട് അങ്ങ് ഇടം വല്ലം തല്ലുകയാണ്. ഷാജി ചിരിച്ച് തലകറങ്ങി വീഴുകയമ്മ. ഷാജി ചിരിക്കുന്നു, ഇവരലറുന്നു. ഷാജിക്കറിയാം ഇത് റബ്ബറാണ്, ഈ റബ്ബറിന് ഒരു കുഴപ്പവും ചെയ്യാൻ കഴിയുന്ന സാധനമല്ലെന്ന് ഷാജിക്കറിയാം. അതറിയാവുന്ന ഷാജി ചിരിച്ച് താഴെ വീഴുക. ഇതറിയാത്തത് ഇവരെ പത്തലെടുത്ത് റബ്ബറിനിട്ട് അടിയോടടിയും. ഏതാണ്ട് ഇതൊക്കെയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഈ സാമ്പിളൊക്കെയായി ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവജനം ഓർക്കുക, നമ്മുടെ ശത്രുവായ പഴയ പാമ്പല്ലെങ്കിൽ ആ പല്ലുപോയ സിംഹത്തെ പേടിക്കരുത്. ദാവീദ് പറഞ്ഞു, സിംഹത്തെ ഞാൻ കീറിക്കളഞ്ഞു. ഈ സിംഹത്തെ ഇന്ന് പോരാടുന്ന എങ്ങനെയാണെന്നറിയാമോ? സിംഹത്തോട് ഇവൻ ഒരു ആടിനെ പിടിച്ച്, എൻ്റെ അപ്പൻ്റെ ആടുകളിൽ ഒന്നിനെ സിംഹം കടിച്ചെടുത്തോണ്ട് നിൽക്കുന്ന സിംഹത്തിൻ്റെ പിന്നാലെ, അത് പോട്ടെ, ഒരെണ്ണമല്ലേ പോയുള്ളൂ. നോ, വിശ്വസ്തനായ ഒരിടയന് പോയത് പോട്ടെന്ന് പറയാനൊക്കത്തില്ല. ഞാനതിൻ്റെ പിന്നാലെ ചെന്ന് അതിനെ അടിച്ചു. അടി കൊടുത്തപ്പോൾ സിംഹം വാ തുറന്നു, ആട്ടിൻകുട്ടി ചാടി ഇവിടെ വന്നു. ഏത് കൂട്ടത്തിൽ നിന്ന് പിടിച്ചോ ആ കൂട്ടത്തിൽ ആട്ടിൻകുട്ടി വന്ന് അതിനോട് ജോയിൻ ചെയ്തു. അന്നേരം പിന്നെ ഒരൊറ്റ വരവാ സിംഹം ഇങ്ങനെ ആരുടെ നേരെ വരും? ആട്ടിൻകുട്ടിയെ ചൊവ്വേ നേരെ പരിപാലിക്കുന്ന ഇടയൻ്റെ നേരെ അവൻ വരും. ഇങ്ങനെ കറങ്ങി ഒരൊറ്റ വരവായിരുന്നു. ആ സമയത്ത് ഞാൻ അതിനെ താടിക്ക് പിടിച്ചാടി തുണി അലക്കുന്ന പോലെ അലക്കി കളഞ്ഞു. അപ്പോൾ അതിനുള്ള അധികാരം കർത്താവ് നമുക്ക്. ഈ സിംഹം ഒരുപാട് ആടുകളെ തിന്നാ ഇത്രയും തടിച്ചു കൊഴുത്തത്. ആ ഇടയന്മാർക്ക് അതിനെ അടിക്കുവാനോ കൊല്ലുവാനോ പ്രാപ്തിയില്ലായിരുന്നു. പക്ഷേ ദാവീദിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു.
നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന പിശാചിൻ്റെ ശക്തികളെ സാക്ഷാൽ നമ്മുടെ ചാമ്പ്യനായ ക്യാപ്റ്റനായ യേശു കടന്നു വന്ന് അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഏലാത്താഴ്വരയിൽ മുഴങ്ങിയതായ ആ വെല്ലുവിളിക്ക് ദാവീദ് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പിന്നത്തേതൊരു കരടിയാ. സിംഹം പിശാചിനൊരു സാദൃശ്യമാണെങ്കിൽ രണ്ടാമത്തേത് കരടിയാ. കരടി ലോക ജഡമോഹങ്ങളാണ്. ലോക ജഡമോഹങ്ങളാണ്. ഈ ലോകത്തിലേക്ക് നമ്മളെ വലിച്ചിറക്കാൻ പിശാച് ഒരുപാട് ശ്രമം നടത്തും. 2 ക്രൂശുകൾ ഗലാത്യലേഖനം 6-ാം അധ്യായത്തിൽ കാണാം. ഒന്ന്, ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതെന്തൊരു ക്രൂശ! ലോകം എന്നിലേക്ക് കയറാതെ ഞാൻ അതിനെ ക്രൂശിൽ തറച്ചു വെച്ചിരിക്കുക. എൻ്റെ അകത്തോട്ട് കയറരുത്. വലിയ അപകടമാണ്. ലോകം നമ്മിൽ കയറിയാൽ കഥ കഴിഞ്ഞു. ഇനി 2, ഞാൻ ലോകത്തിലേക്ക് പോകാതിരിക്കാൻ എന്നെ ക്രൂശിച്ചിരിക്കുന്നു. ദേമാസ് എന്ന് പറഞ്ഞൊരു അച്ചായനുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? കാൽഗറിയിൽ ദേമാസ് പൗലോസിൻ്റെ സഹപ്രവർത്തകനായിരുന്നു. പക്ഷേ ദേമാസ് നോക്കിയപ്പോൾ ഈ പൗലോസിനോട് അടിയിടി ഉപദ്രവമേ ഉള്ളൂ മിച്ചം. അതുകൊണ്ട് ഇതങ്ങ് നിർത്തിയേക്കാം. അവൻ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. ദേമാസ് എന്നെ വിട്ടിട്ട് തെസലോനിക്കായിലേക്ക്, തെസലോനിക്കായി പോകുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല, ടിക്കറ്റ് എടുത്ത് അങ്ങ് പോയാൽ മതി. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ആത്മീക മണ്ഡലത്തിലെ ശുശ്രൂഷ വിട്ടിട്ട് ഈ ലോകത്തിൻ്റെ ആകർഷണത്തിലേക്ക് ഇറങ്ങിപ്പോയെന്നർത്ഥം. ദേമാസിൻ്റെ അഡ്രസ്സില്ല. പിന്നെ ദൈവജനമേ, കരടി അപകടകാരിയാ. സിംഹത്തെ തോൽപ്പിച്ച് അനേകർ കരടിയുടെ മുമ്പിൽ തോറ്റിട്ടുണ്ട്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഈ ലോകത്തിൻ്റെ ആകർഷണത്തിന് വിധേയരായി സിംഹത്തെ ഒരു നാളിൽ തോൽപ്പിച്ചവരാ. പക്ഷേ കരടി മുമ്പിൽ പൂർണ്ണമായി തോറ്റുപോയിട്ടുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ സിംഹത്തിൻ്റെ മുമ്പിലും തോൽക്കരുത്, കരടിയുടെ മുമ്പിലും തോക്കരുത്. ലോക ജഡ കൺമോഹങ്ങളിൽ നമ്മൾ വ്യാപൃതരാകാതെ ദൈവകൃപയിൽ നോക്കിക്കൊള്ളുക. വിശുദ്ധനായ കർത്താവിങ്കിൽ നിന്ന് കണ്ണ് പറിക്കരുത്. വേഗത്തിൽ ഞാൻ അടുത്തതിലേക്ക് കിടക്കാം. പിന്നത്തേത് ഗോലിയാത്ത ജാതീയ ശക്തികളാണ്. ഗോലിയാത്ത് ജാതീയ ശക്തിയിൽ നിന്ന് റെപ്രസെൻ്റാണ്. അവൻ ആജാനബാഹുവാണ്, കാഴ്ചയ്ക്കൊക്കെ വലിയ പവറാണ്. പക്ഷേ അവൻ രംഗത്ത് വന്നു. ഏല താഴ്വര സിമൻ്റ് പോലെ ഉറച്ചു. കാര്യം എന്താണെന്നറിയാമോ? രാവിലെ ആകുമ്പോൾ ശൗലും കൂട്ടരും മുമ്പോട്ട് വരും. അന്നേരം അവൻ ഇറങ്ങി വരും. ഒരൊറ്റ അലർച്ച അലറുമ്പോൾ ഇവർ പുറകോട്ട് പോകും, റിവേഴ്സ്. വൈകുന്നേരത്ത് കുറച്ച് കഴിഞ്ഞ് അവൻ അലറിയച്ചങ്ങ് പോകും, ഇവർ മുമ്പോട്ട് വരും. വൈകുന്നേരത്ത് ഇങ്ങനെ 80 പ്രാവശ്യം പട്ടാളം മുമ്പോട്ടും പുറകോട്ടും നടന്ന് കോൺക്രീറ്റ് പോലെ ഏല താഴ്വര ഉറച്ചു. അവിടെ നിന്ന് വെല്ലുവിളിക്കുക, ഒരാളിനെ വിട്, നിങ്ങളുടെ ഒരു ചാമ്പ്യനെ വിട്, ഞാനും തമ്മിൽ നോക്കാം. എന്തിയെ ശൗൽ എവിടെ? തോൾ മുതൽ എല്ലാവരേക്കാളും പൊക്കമാണ്. പക്ഷെ എന്തിയെ പാത്തിരിക്കുക. കാരണം അനോയിൻമെൻറ്റ് നഷ്ടപ്പെട്ടു, അഭിഷേകം നഷ്ടപ്പെട്ടു, ദൈവകൃപയിൽ നിന്ന് തെറിച്ചു മാറി. കൺട്രോൾ സ്റ്റേഷനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട ഒരു റോക്കറ്റ് പോലെ ആയിപ്പോയി. ദൈവമക്കൾ രാവിലും പകലിലും 24 മണിക്കൂറും ദൈവമായിട്ടുള്ളൊരു കൺട്രോൾ ബന്ധമുണ്ടായിരിക്കണം. ഇവൻ്റെ വെല്ലുവിളി നേരിടാൻ ശൗലിന് കഴിഞ്ഞില്ല, ചേട്ടന്മാർക്ക് കഴിഞ്ഞില്ല. പക്ഷേ ആ സമയത്താണ് ദാവീദ് രംഗത്ത് വന്നത്. അപ്പക്കൊട്ട താഴെ വെച്ചു, കാര്യങ്ങൾ നോക്കി, ചോദിച്ച് എന്താ 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 വിവരമറിഞ്ഞു. നിങ്ങൾക്കറിയാം, ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ്. ഫീൽഡിലേക്ക് ദാവീദ് ഇറങ്ങുകയാണ്. അവൻ അവിടെ നിന്ന് തൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ശപിച്ചു. ദേവന്മാരുടെ നാമം അവൻ ഉപയോഗിക്കുന്നു. ദാവീദ് മറുപടിയായിട്ട് യഹോവയുടെ നാമം, നീ ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിരകളെ നിന്ദിച്ചു, നീ നിന്ദിച്ച ഇസ്രായേൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ. ദൈവമക്കൾ ഒരിക്കലും സ്വന്തം ബലത്താൽ ഒന്നും നടക്കത്തില്ല. ഈ ബലത്തോടെ മുമ്പോട്ട് പോയാൽ ജയമാണ്. നീ നിന്ദിച്ച ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ. ആ നാമം ഉപയോഗിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമായിരിക്കും ഒരു സംഭവം. നല്ല വേട്ടയിൽ സമൃദ്ധനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഏത് സിംഹത്തെയും വെടിവെച്ച് താഴെ കളയും, അത്ര മിടുക്കൻ. വനത്തിൽ പോയി. വനത്തിൽ ചെന്ന് കഴിഞ്ഞു. പുള്ളിയുടെ കയ്യിൽ ഡബിൾ ബാരൽ ഗണ്ണുണ്ട്, പിന്നെ പല സാധനമുണ്ട്. നോക്കിയപ്പോൾ ഒരു സിംഹം ഇങ്ങോട്ട് വരുന്നു. സിംഹം വരുന്ന കണ്ടപ്പോൾ പുള്ളി എന്തോടെന്നറിയാമോ? ലൈസൻസ് എടുത്ത് കാണിച്ചു.
ലൈസൻസ്, തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ്. ഇത് കണ്ട സിംഹം പോകുമോ? നമ്മുടെ ബി ഡിയും PhD MD പിന്നെ ഈ സൂത്രങ്ങൾ, ഈ ഡോക്യുമെൻറ്റ്സ് കണ്ടാലൊന്നും പിശാച് പോകത്തില്ല. അവനതിൻ്റെ സ്പെല്ലിങ് അറിയത്തില്ല. അന്നേരം പുള്ളി ഇത് എടുത്ത് താഴെ വെച്ചു. ചേട്ടാ, ഇവൻ സിംഹം പുറകോട്ട് പോകുന്നില്ലല്ലോ. അന്നേരം ഈ തോക്കെടുത്ത് കാണിച്ചു, ഇതേണ്ട ഇതെൻ്റെ കയ്യിലുണ്ട്. തോക്ക് കണ്ടാൽ എന്താണെന്ന് സിംഹത്തിനറിയാമോ? തോക്ക് കണ്ടിട്ടും സിംഹം ഇങ്ങോട്ട് വരിക. ഇപ്പോഴാണ് പുള്ളിക്ക് വെളി വീണത്. പുള്ളി ഇങ്ങോട്ട് മുട്ടയിൽ നിന്നിട്ട് ടക്ക് ടക്കെന്ന് 2 വെടി കണ്ണിനകത്തോട്ട്. സിംഹം മലർന്നു വീണു. ഗോലിയാത്തിൻ്റെ നേരെ ദാവീദ് ചെല്ലുമ്പോൾ അതോറിറ്റി ഉപയോഗിക്കുക. അവൻ ഒരു ഉടമസ്ഥൻ്റെ ദാസന. ശക്തനായ കരുത്തനായ, ഗോലിയാത്തിനേക്കാൾ കരുത്തനായ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ കയ്യിലെ ഇൻസ്ട്രുമെൻ്റാണ്. അവൻ അങ്ങോട്ട് ചെന്നു. ഭയം ഇല്ല. ഭയപ്പെടുന്നവൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഭീരുക്കളെ ദൈവത്തിന് ആവശ്യവുമില്ല. നിങ്ങൾ ഈ പട്ടണത്തിലാണെങ്കിലും ധൈര്യശാലികളായിരിക്കണം, ധീരന്മാരായിരിക്കണം. കർത്താവല്ലേ നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെ ആ പവറിൽ കല്ലെടുത്തെറിഞ്ഞു അടിച്ചു. മരം കൊത്തിയ പോലെ പോയി ഇവിടം പോട്. പക്ഷേ ഒരു രഹസ്യം നമ്മുടെ കല്ലുമല കുഞ്ഞുമനിച്ചാൻ എന്നോട് പറഞ്ഞു. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കല്ലുമല കുഞ്ഞൻ നല്ലൊരു ദൈവദാസനായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, തമ്പി, ഈ ഇവിടെ കൊണ്ടാൽ ഗോലിയാത്ത് ഇങ്ങനെയല്ലേ വീഴേണ്ടത്? ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാരെ ഇങ്ങനെ വീഴ്ത്തുന്നുണ്ട്. പുറകിൽ ഞാൻ ചട്ടിയും പിടിച്ചുകൊണ്ട് നിൽക്കുക. വീണോ പിടിക്കാം, ഷീറ്റും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അതൊരു പുതിയ ഐഡിയയാ. ഈ അടി കൊള്ളുമ്പോൾ ഇങ്ങനെ വീഴേണ്ട ഗോലിയാത്ത് എന്താ ഇങ്ങനെ വീണതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞതാ. ഈ യഹോവയുടെ നാമം എടുത്ത് ഈ ബാലൻ മുമ്പോട്ട് വന്ന നിമിഷം, യഹോവയുടെ നാമം ഉപയോഗിച്ച നിമിഷം, ശക്തനായ ഒരു ദൂതൻ ഇങ്ങനെ നിൽക്കുക ഗോലിയാത്തിൻ്റെ പുറകിൽ. ഇങ്ങനെ നിൽക്കുക. ആ കല്ല് വന്ന് ഇവിടെ അടിച്ച് പുറകിൽ നിന്ന്. ഈ മെഡില എന്ന് പറഞ്ഞൊരു സ്ഥലം ഏതാണ്ടുണ്ടോ? നിങ്ങൾ പറ. അവിടെ ഒരൊറ്റ അടി അടിച്ചിട്ട് കൂടുതൽ ഫോഴ്സ് ബാക്കി എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വീണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം നിത്യതയിൽ പോയി. അതൊരു സത്യമാണെന്നാണ് എനിക്കും തോന്നുന്നത്. ഗോലിയാത്തിൻ്റെ കണക്കങ്ങ് തീർത്തു. ജാതീയ ശക്തികൾ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ മാർഗത്തെ ഇവിടെ വെക്കത്തില്ലെന്ന് 300 കൊല്ലക്കാലം സീസറന്മാരുണ്ടല്ലോ. 300 കൊല്ലക്കാലൻ അവൻ്റെയൊക്കെ സകല പണിയും നോക്കിയിട്ടും യേശുക്രിസ്തുവിൻ്റെ മാർഗത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇത് അനുദിനം വളരുകയാണ്, പടരുകയാണ്, ശക്തിയോടെ മുന്നേറുകയാണ്. ഒരു ഇരുമ്പ് പട്ടയുള്ള ബുൾഡോസർ അടിച്ച് കയറി പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാറ്റൻ ടാങ്ക് കയറിപ്പോൾ ഒരു ചെതൽ ഇങ്ങനെ കടിച്ചാലോ? അത്രയേ ഉള്ളൂ ഇന്ന് നടക്കുന്ന പേഴ്സിക്യൂഷൻ. ഇതിനെ കർത്താവ് കൈകാര്യം ചെയ്യും. ഹല്ലേലൂയ. ദൈവജനം ഭയപ്പെടാതെ മുന്നോട്ട് പോയി. ജാതീയ ശക്തികൾ സുവിശേഷം എന്ന പ്രകാശത്തെ കുത്തിക്കെടുത്താനുള്ള എല്ലാ ശ്രമവും നടത്തുമ്പോൾ നമ്മളതിനെ കർത്താവിൻ്റെ നാമത്തിൽ ജയിക്കും. നാം അതിനെ അതിജീവിക്കും. 3 ശത്രുക്കളെ കീഴ്പ്പെടുത്തി. സിംഹത്തെ കീറിക്കളഞ്ഞു, കരടിയെ ജയിച്ചു, ഗോലിയാത്തിന് ജാതീയ ശക്തിയെ ജയിച്ചു. ഇനി അടുത്ത 2 ശൗൽ തൻ്റെ ജനത്തിൻ്റെ പ്രതിനിധി, സ്വന്തം ജനത്തിൽ നിന്നുള്ള ഉപദ്രവമായി 21 അറ്റംപ്റ്റ് നടത്തി ദാവീദിനെ കൊല്ലുവാൻ. 21 ശ്രമം നടത്തി, വധശ്രമമെന്ന് പറയും. പക്ഷേ അവയൊന്നും ജയിച്ചില്ല. ദാവീദ് പ്രതിക്രിയ ചെയ്യാൻ ഇഷ്ടം പോലെ അവസരം കിട്ടി. പ്രതിക്രിയ ചെയ്യുവാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ശൗൽ വേട്ടയാടുകയാണ്. തൻ്റെ കുടുംബജീവിതം തകർത്തു, സാമൂഹ്യ ജീവിതം തകർത്തു. സ്വന്തം നാട്ടിൽ നിൽക്കാൻ പോലും സമ്മതിക്കാതെ ഒരു പട്ടിയെ ഓടിക്കുന്ന പോലെ ഓടിച്ച് ഒടുവിൽ ഫെലിസ്ത്യരുടെ നാട്ടിൽ പോയി താമസിക്കേണ്ടതായിട്ട് വന്നു. എന്ത് ദ്രോഹം ചെയ്തിട്ടാ? ഒരു ദ്രോഹവും ചെയ്തില്ല. ആ ഏലാത്താഴ്വരിലെ ജീവനെ പണയം വെച്ച് ഇറങ്ങിപ്പോയി ശൗലിനെയും ഇസ്രായേൽ ജനത്തെയും രക്ഷിച്ച ആ മനുഷ്യനെ അടിച്ചുപദ്രവിച്ച് അങ്ങനെയൊക്കെ സ്വജനത്തിൽ നിന്ന് വരാം. കേട്ടോ, സ്വജനത്തിൽ നിന്ന്, നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നിന്ന്, ചാർച്ചക്കാരിൽ നിന്നോ അല്ലെങ്കിൽ സമുദായക്കാരിൽ നിന്നോ ഒക്കെ നമുക്ക് പ്രതികൂലം നേരിടാം. പക്ഷേ നമ്മൾ തോൽക്കത്തില്ല. കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് ജയം നൽകും. അങ്ങനെ ഈ ദാവീദ് എന്ന മനുഷ്യൻ്റെ ജീവിതം തകർത്തുടച്ച ശൗലിനെ ഒരു ദിവസം കയ്യിൽ കിട്ടി. ശൗല് ഗാഢനിദ്രയിലാണ്, ഭയങ്കര ഉറക്കം.
ദാവീദ് വേറൊരാളിനെയും കൂട്ടിക്കൊണ്ട് അബിശായിയും കൂട്ടിക്കൊണ്ടുവന്നു. ഗാഠനിദ്രയിൽ കിടന്ന ശൗലിൻ്റെ കോളർ, ഈ ഷർട്ടിന് കോളറില്ല, കോളറ് മുറിച്ചെടുത്തു. പക്ഷേ ഇവിടം കട്ട് ചെയ്തില്ല. അടുത്ത് നിന്ന് ദിസ് ഈസ് എ ഗോൾഡൻ ചാൻസ്, ദൈവം നിനക്ക് തന്ന അവസരമാണ്, നിന്റെ ശത്രുവിനെ ദൈവം നിന്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. നോ, അതാണ് കാഴ്ചപ്പാട്. നിന്റെ ശത്രുവിനെ ദൈവം നിന്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. 21 പ്രാവശ്യം വധശ്രമം നടത്തിയ മനുഷ്യനെ നിന്റെ കയ്യിൽ പ്രതിക്രിയയ്ക്ക് തന്നു. പക്ഷേ പ്രതികാരം എനിക്കില്ല. എന്തൊരു മനസ്സല്ലേ, എന്തൊരു ഹൃദയമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ കോളർ മുറിച്ച കാര്യത്തിൽ തൻ്റെ ഹൃദയം കുത്തിത്തുടങ്ങി. തൻ്റെ 17-ാമത്തെ വയസ്സിൽ 10 സഹോദരന്മാർ ഒരുമിച്ച് ചേർന്ന് കൊണ്ടുപോയി കൊടുത്ത അപ്പവും സകലതും ഈന്തപ്പഴവും എല്ലാം തിന്നോണ്ടിരിക്കുമ്പോൾ കിണറ്റിലെടുത്ത് കളഞ്ഞു. അത് തിന്നോണ്ടിരിക്കുമ്പോൾ കിണറ്റിലെടുത്ത് കളഞ്ഞു. ഈ ജോസഫ് 120 കിലോമീറ്റർ നടന്ന സഹോദരന്മാരുടെ എത്തിയത്. അറിയാമോ? ശേഖേം ദോഥാൻ 120ഓളം കിലോമീറ്റർ നടന്ന് 5ഓളം ദിവസം എടുത്തു. ആ സഹോദരനെ എടുത്ത് കിണറ്റി കളഞ്ഞു. അതിനുശേഷം വിറ്റു. ഇതെല്ലാത്തിനും പ്രതിക്രിയ ചെയ്യാനുള്ള അവസരം ജോസഫിൻ്റെ മുമ്പിൽ വന്നു. വന്ന് കാൽക്കൽ നിൽക്കുകയാണ്, കുമ്പിടുകയാണ്. ഹാങ് ദം എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ ചോദിക്കാൻ ആരുമില്ല. ജോസഫ് എന്താ ചെയ്തെന്നറിയാമോ? സഹോദരന്മാരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. നിങ്ങൾ എനിക്കൊരു ദോഷവും ചെയ്തില്ല, നിങ്ങൾ എനിക്കൊരു ദ്രോഹവും. നമ്മുടെ കാഴ്ചപ്പാട് അതായിരിക്കണം. ദ്രോഹം ചെയ്യാഞ്ഞിട്ടാണോ? അല്ല, ആ സ്നേഹത്താൽ അതങ്ങ് കവർ ചെയ്യപ്പെടുകയായിരുന്നു. നിങ്ങൾ എനിക്കൊരു ദ്രോഹവും ചെയ്തില്ല. നിങ്ങൾക്ക് മുമ്പേ നമ്മുടെ വംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്നെ ദൈവം മുമ്പേ അയച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ എനിക്കൊരു ദോഷവും. ഇന്ന് പകൽ നമ്മുടെ കാഴ്ചപ്പാട് മാറണം കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് വേദനിപ്പിച്ച് കാണും, അല്ലെങ്കിൽ വസ്തു വിവേചപ്പം എന്തെങ്കിലുമൊക്കെ നടന്നു കാണും. അതൊക്കെ ഇവിടെ വെച്ചോണ്ട് ഇവിടെ നെരിപ്പോടാക്കരുത്. ലീവ് ഇറ്റ്, ഫോർഗെറ്റ് ഇറ്റ്. ആ ജോസഫ് അവരെ പോറ്റി രക്ഷിച്ചു. പ്രിയ ദൈവമക്കളെ, ശൗലിൻ്റെ കഴുത്ത് മുറിക്കാൻ കിട്ടിയ അവസരം, സെക്കൻഡ് ചാൻസ്. ഗാഠനിദ്രയിലായിരുന്നു. ദാവീദും അബിശായിയും കടന്നു വന്നു. കുന്തവും ജലപാത്രവും എടുത്തു. ഏത് കുന്തമാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് തന്നെ. എത്ര പ്രാവശ്യം അത് ഭിത്തിയോട് ചേർത്ത് കുത്തുവാൻ ശ്രമിച്ചു. അത് എടുത്തോളാൻ പറഞ്ഞു, പാത്രവും എടുത്തോളാൻ പറഞ്ഞു. അകലെ നിന്ന് പറഞ്ഞു, എൻ്റെ യജമാനനായ രാജാവേ, ഇത് നിൻ്റെ കുന്തവും ജലപാത്രവും. തലയ്ക്കൽ നിന്ന് ഞാൻ എടുത്തു, പക്ഷെ ഞാൻ നിന്നെ തൊട്ടില്ല. അപ്പോൾ പുള്ളി പറയും, എൻ്റെ പൊന്നുമോനെ ദാവീദേ, ഞാൻ കുറ്റക്കാരൻ. പിന്നെ പോയതല്ല, ദൈവകൃപയാലെ പിന്നെ അങ്ങ് ത്യാഗുകയും ചെയ്തു. ആ കുന്തത്തിൽ തന്നെ വീണ് ചത്തു. ശൗലിനോട്, ഗോലിയാത്തിനോടോ കരടിയോടോ സിംഹത്തോടോ ഇടപെട്ട പോലെ അല്ല ദാവീദ് ഇടപെട്ടത്. വേറൊരു ആംഗിളിലാണ്. ശൗലിനെ സംഹരിക്കുവാനായിട്ട് അവസരം കിട്ടി, പക്ഷേ അതിന് താൻ എൻ്റെ കൈ യഹോവയുടെ അഭിഷിക്തൻ്റെ മേൽ വരരുത്. നമ്മൾ കഴിയുമെങ്കിൽ നമ്മുടെ കൈ ആരുടെയും മണ്ടയ്ക്ക് എന്ന് വീഴാതെ കൈ പിൻവലിക്കുക. കർത്താവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്, അവനതൊക്കെ ചെയ്തോളും. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം. പ്രതികാരം ദൈവത്തിന്. പ്രതികാരം ഇല്ലെന്നല്ല, ദൈവത്തിൻ്റെ ജനത്തെ തൊട്ടെങ്കിൽ അപ്പോഴേ കേസ് ചാർജാ. ചെന്നിത്തല എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരു സംഭവം നടന്നു, നമ്മുടെ തലമുറയിലാണ്. അവിടെ ഒരു കുലീന കുടുംബത്തിലെ ഒരു സഹോദരി രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റു. ദേശമിളകി, ചാർച്ചക്കാരിളകി, കർത്തൃമേശ വെച്ചിരിക്കുക. ഇതുപോലെ സ്നാനം കഴിഞ്ഞ് വന്ന് സഭായോഗത്തിന് കർത്തൃമേശ വെച്ചു. ഇവന്മാരിങ്ങോട്ട് കയറി ഒറ്റ ചവിട്ട് കൊടുത്തു. മേശയും അപ്പവീഞ്ഞുകളും തെറിച്ചു. അവിടെ തമ്പരെടുത്ത് നിലത്തടിച്ചു. പൊരിഞ്ഞ തല്ല് നടത്തി. പാസ്റ്ററേയും തല്ലി. ഇതാണ് നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞ് അലറിയച്ചു പോയി. പോലീസ് സബ് ഇൻസ്പെക്ടർ ഖാൻ വന്നിട്ട് ചോദിച്ചു, കംപ്ലൈൻറ്റ് എഴുതിത്താ. ആ ദൈവദാസൻ പറഞ്ഞു, ഞങ്ങളുടെ കംപ്ലൈൻറ്റ് അവിടെ. മണ്ടന്മാരെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. 10 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്കൊരു മീൻ പിടിക്കാൻ തോട്ട കെട്ടുകയാണ്. മീൻ പിടിക്കാൻ തോട്ട ഒരു അപകടകരമായ സാധനമാണ്. അപ്പോൾ പ്ലഗെല്ലാം ഊരിയിട്ടിട്ട് ഒക്കെ തോട്ട മുറിക്കാതിരുന്നുകൊണ്ട് കെട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പം വീട്ടിലെ തൂപ്പുകാരത്തി തൂത്തു വന്നപ്പം പ്ലഗ് ഒരൊറ്റ കുത്തു കൊടുത്തു. തിന്നൊരു വെടി.
എൻ്റെ പൊന്ന് ദൈവമക്കളെ, ഈ ഭിത്തിയേൽ അവരുടെ മാംസക്കഷണങ്ങളും ചോരയും ചെതറിത്തെറിച്ചു. ആരാ പ്രതിക്രിയ ചെയ്തത്? ഞങ്ങൾക്ക് പ്രതികാരം നൈജീരിയയിലോ സുഡാനിലോ കേരളത്തിലോ യു.പിയിലോ എവിടെയെങ്കിലും ഒരു വിശ്വാസം സ്ക്രാച്ച് ചെയ്താൽ ആ നിമിഷം കേസ് മേളിൽ ചാർജായി കഴിഞ്ഞു. പിന്നെ നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവേ എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല, നീ ക്ഷമിക്കണമേ. അതാ നിൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ യേശു. ഈസിയായ കാര്യമല്ല, ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ആ ഭാഗം ഞാൻ വിടുകയാണ്. പ്രിയ ദൈവമക്കളെ, പ്രത്യേക നിലയിലാണ് ശൗലിനോട് ഉള്ള ഡീലിങ്സ്. ശൗലിനെ തൊട്ടില്ല. കഞ്ഞന പറഞ്ഞു, ഒന്നുകിൽ അവൻ സ്വാഭാവിക മരണം, അല്ലെങ്കിൽ ശത്രുവിൻ്റെ കയ്യിൽ വീഴും, അല്ലെങ്കിൽ ദൈവം അവനെ സംഹരിക്കും. ഞാനിതിനകത്ത് നമ്മുടെ കൈ ഒരുവൻ്റെ കണ്ണുനീര് പൊഴിക്കുവാൻ ഹേതുവാകരുത്. ഒരു കർത്തൃദാസന് ഹൃദയം പിളരുവാൻ നമ്മൾ അനുവദിക്കരുത്. ഞാനത് വിടുന്നു. പിന്നത്തേതാരാന്നറിയാമോ? തൻ്റെ കുടുംബത്തിൽ നിന്ന്, സ്വജനത്തിൽ നിന്ന് വന്നു അതിനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തു. അഞ്ചാമത്തെ ശത്രു അബ്ശാലോം. തൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന്. അബ്ശാലോം നല്ല ഹിപ്പിയായിരുന്നു. ഇപ്പോഴേ ഹിപ്പി അധികമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ തോൾ വരെ തലമുടിയൊക്കെ വളർത്തി ഒരു തരം പാൻ്റുണ്ടായിരുന്നു. എന്തോ പാൻ്റായിരുന്നു? ബെൽ ബോട്ടം. ബെല്ലിൻ്റെ കൂട്ട് തന്നെ ഇരിക്കും. അത് ഞാൻ പ്ലാ 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 നടിച്ചുകൊണ്ട് നടന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇവനൊരു ഹിപ്പിയായിരുന്നു. ഇവൻ്റെ തലമുടിയായിരുന്നു അവൻ്റെ ദൈവം. ഗോൾഡൻ തലമുടി ഇങ്ങനെ അടിച്ച് പറപ്പിച്ച് എല്ലാവരും പറയും, എന്തോ മുടിയാ. അവൻ്റെ തൂക്കുകയറായി ആ മുടി തന്നെ. നമ്മൾ ഒന്നിലും പ്രശംസിച്ച് കളയല്ലേ, അത് നമുക്ക് ഹാനിയായി മാറും. അവനുണ്ടല്ലോ, കാഞ്ഞൊരു വിദ്വാനായിരുന്നു. അവൻ ജനത്തെ വശീകരിച്ചു പ്രത്യേക നിലയിൽ. ഇപ്പോഴത്തെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും ദാവീദിനില്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഇവൻ്റെ ഈ തന്ത്രങ്ങൾ, വഴിയറമ്പിൽ നിന്നിട്ട് ആൾക്കാരെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. നിൻ്റെ കാര്യം നോക്കാൻ രാജാവ് ആരെയും ഏൽപ്പിച്ചില്ലയോ? എന്നെ ആക്കിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ വശീകരിച്ചു അബ്ശാലോം. ജനം അവൻ്റെ പക്ഷം ചേർന്നു. ദാവീദ് ഏറ്റവും ലേറ്റായി വിവരമറിയുവാൻ. ആ സമയത്ത് പ്രാണരക്ഷാർത്ഥം ഓടുന്ന ദാവീദ് ജീവനും കൊണ്ട് ഓടുകയാണ്. കാലെ ചെരുപ്പില്ലാതെ. നിങ്ങളൊന്ന് നടന്നു നോക്കണം. ചെരുപ്പ്, കൊട്ടാരത്തിൽ ജീവിച്ച പുള്ളി ചെരുപ്പില്ലാതെ പോകുമ്പം 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ ചാടി പോകുന്ന കാണാം. ദാവീദ് ചെരുപ്പില്ലാതെ തലമൂടി കരഞ്ഞുകൊണ്ട് കയറ്റം കയറി പോവുകയാണ്. അന്നേരം ഒരു കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അബ്ശാലോമിനെ തട്ടണമെന്നല്ല, അഹീതോവലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണേ. ഷോർട്ട് പ്രെയർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ ഏത് സന്ദർഭത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിച്ചിരിക്കണം. എൻ്റെ കഷ്ടകാലത്തിനൊരിക്കൽ, സാപൂർണ ഉണ്ടോ എനിക്കറിയത്തില്ല, ഒരു കോട്ടേജ് മീറ്റിംഗ് ആയിരുന്നു. കോട്ടേജ് മീറ്റിങ്ങിൽ ഇച്ചിരി ഭക്ഷണം അവർ സെർവ് ചെയ്തു. ഞാനപ്പോൾ ഒരു സാറ് പറഞ്ഞു, ഭക്ഷണത്തിനായിട്ട് സ്തോത്രം ചെയ്യാൻ പറഞ്ഞു. എൻ്റെ പൊന്നു ദൈവമക്കളെ, കർത്താവേ, ആദമിനെ നീയാണല്ലോ സൃഷ്ടിച്ചത്, ഹവ്വായെ നീയാണല്ലോ വാരിയൽ ഇളക്കിയാണല്ലോ. എൻ്റെ കർത്താവേ, അങ്ങനെ കാച്ചുക. ജനം എന്നെ നോക്കുന്നു, ഞാൻ അവരെ നോക്കുന്നു. പുള്ളിക്ക് ഇതൊന്നൊരു വിഷയം പോലുമല്ല. പുള്ളി മലാഖി കടന്നപ്പം ഞാൻ പറഞ്ഞു കഴിച്ചോളാം. അപ്പം ഞാൻ ആ ചിക്കൻ കാലെടുത്ത് ആദ്യം അല്ല, എന്തോ എടുക്കണം ജോസഫ്, ഞാൻ എന്തോ എടുക്കണം. പുള്ളി മലാഖയും കഴിഞ്ഞ് അപ്പുറത്ത് കിടന്ന് ഇടയ്ക്ക് കണ്ണൂർന്നപ്പോൾ എല്ലാവരും കഴിച്ചു. വെളിവുമില്ല, യാതൊരു ബോധവും ഇല്ലെന്ന്. 10-50 കൊല്ലം പെന്തക്കോസ്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും അറിയാത്ത ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കൊച്ചു പ്രാർത്ഥന. ഈ അഹീതോവൽ അബ്ശാലോമിനോട് ചേർന്നു എന്നുള്ള ന്യൂസ് കേട്ടപ്പോൾ പറഞ്ഞു, യഹോവേ, അഹീതോവലിൻ്റെ ആലോചനയെ ഫിനിഷ്. പ്രാർത്ഥന കഴിഞ്ഞു. അഹീതോവൽ ദേ തൂങ്ങിക്കിടക്കുന്നു. ഒരു കൊച്ചു പ്രെയർ. ഷോർട്ട് പ്രെയർ ഉണ്ട്, വെരി ലോങ് പ്രെയേഴ്സ് ഉണ്ട്. നിങ്ങൾ യിരെമ്യ 9, പിന്നെ എസ്ര 9, നെഹമ്യ 9, ദാനിയേൽ 9 വീട്ടിൽ ചെന്ന് വായിച്ചു. ദീർഘമായ പ്രാർത്ഥന. എവിടെ വെച്ചാണെന്നറിയാമോ? അതിൻ്റെ പറ്റിയ സമയത്ത് നമ്മളെ ഈ കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കയറ്റം കയറി. എന്നിട്ട് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ. അഹീതോവൽ പറഞ്ഞത്, നീ തന്നെ ഈ അബ്ശാലോം
ജനത്തെ കൂട്ടി ദാവീദിൻ്റെ പിന്നാലെ പോവുകയാണ്. അബ്ശാലോം വരുന്ന കാര്യം അറിഞ്ഞപ്പോൾ ചേവകരോടും സൈന്യാധിപനോടും പറഞ്ഞു, അബ്ശാലോം കുമാരനോട് കരുണയോടെ ബിഹേവ് ചെയ്യണം. സിംഹം എന്തിയെ, കരടി എന്തിയെ, ഗോലിയാത്ത് എന്തിയെ? ഈ സ്ഥാനത്ത് ഓമന മകനായ തനിക്ക് തൻ്റെ സിംഹം അടിച്ചിറക്കി വിട്ട ആ മനുഷ്യനോട് അവനോട് കരുണ ഉദ്രോഹം ചെയ്യരുതേ എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. പക്ഷേ തമ്പുരാൻ അവൻ്റെ വിധി നിർണയിച്ചു കഴിഞ്ഞു. തമ്പുരാൻ വിധി നിർണയിച്ചാൽ ആർക്കും മാറ്റാനൊക്കത്തില്ല. അവൻ റെഡ് സിഗ്നൽ മുഴുവൻ കട്ട് ചെയ്ത് കയറിപ്പോയി. അങ്ങനെ കുതിര കോവർ കഴുതാപ്പുറത്ത് നാട്ടിലൊരു മസാല കിട്ടും, അതിൻ്റെ പേര് ഡബിൾ ഹോഴ്സ് അങ്ങനെ ഉണ്ട്. ഡബിൾ ഹോഴ്സ്, അത് അരിപ്പൊടിയുണ്ട്, പിന്നെ മസാലയുണ്ട്, പല പല സൂത്രങ്ങൾ കിട്ടും. ഡബിൾ ഡോങ്കീസ് വേദപുസ്തകത്തിലുണ്ട്. ഡബിൾ ഡോങ്കീസ്, അതിലൊന്നാ ഇത്. ഇവൻ സഞ്ചരിക്കുന്നത് ഏതിൻ്റെ പുറത്താ? ഒരു ഡോങ്കിയുടെ പുറത്താണ്. ഡോങ്കിയുടെ പുറത്താരാണ് ഇരിക്കുന്നത്? അബ്ശ, അത് മുതു ഡോങ്കിയാണ്. രണ്ടാമത്തേത് നമ്മുടെ ബിലയാമച്ചാന് ഒരു ഡോങ്കി, അവൻ സഞ്ചരിക്കുന്ന വേറൊരു, അതാ ഡബിൾ ഡോങ്കീസ്. ഡബിൾ ഹോഴ്സ് അരിപ്പൊടിയൊക്കെ മേടിച്ച് പുട്ടുണ്ടാക്കി കഴിച്ചു. ഇത് ഡബിൾ ഡോങ്കീസാണ്. ഇവൻ കോവർ കഴുതപ്പുറത്ത് അടിച്ച് പറപ്പിച്ചു പോവുക. എന്തിനു പറയുക? സ്വന്തം അപ്പനെ തകർക്കുവാൻ. സിംഹാസനം, നമ്മൾ ഒരൊറ്റ അധികാര സ്ഥാനത്തിൻ്റെ പുറകെ പോകല്ലേ. നിങ്ങളെ എവിടെ ഇരുത്തണമെന്ന് ദൈവം തീരുമാനിക്കാൻ നിങ്ങൾ ഇരുന്നാൽ മാത്രം മതി. ദൈവം നിങ്ങളെ ഉയർത്തിയൊരു സ്ഥാനത്താക്കി ഒരു ഉത്തരവാദിത്തം തന്നാൽ വിശ്വസ്തയോടെ അത് ചെയ്യുക. നാളെ അവിടെ നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞാൽ മാറിയിരിക്കണം. ഒരു നേച്ചർ വ്യത്യാസം വരില്ല ഈ കാലഘട്ടത്തിൽ. എൻ്റെ പൊന്ന ദൈവമക്കളെ, അയ്യോ, പിശാചിനോട് പോരാടുന്നതിന് പകരം ഭയങ്കരമായ പോരാട്ടം അങ്ങ് നടക്കുകയാണ്. അവർ ചെയ്യട്ടെ, അവരുടെ ഡ്യൂട്ടി അതാ. ഇവനെ പാഞ്ഞു പോകുമ്പോൾ, ദാവീദിനെ കൊന്നു മുടിക്കുവാനും സിംഹാസനം പിടിക്കുവാനും പാഞ്ഞു പോകുമ്പോൾ തലമുടി ഇങ്ങനെ പറക്കാൻ തുടങ്ങി. ആ സ്പീഡിൽ കോവർ കഴുതയ്ക്ക് ഇവനേക്കാൾ ബുദ്ധി ഉണ്ടായിരുന്നു. അവൻ ഈ മരക്കൊമ്പ് ചാഞ്ഞിരിക്കുന്ന മരത്തിൻ്റെ കീഴേ കൂടെ ഒറ്റ പോക്ക് പോയി. ഇവൻ്റെ തലമുടി മരത്തിൻ്റെ കൊമ്പയിൽ ഉടക്കി കഴുത അതിൻ്റെ അടിയിൽ നിന്ന് പോവുകയും ചെയ്തു. ആ രംഗം ഒന്ന് ഓർത്ത് നോക്കി. നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവിടെ എന്താ സംഭവിച്ചെന്ന്. ഇവൻ തലമുടി കുരുങ്ങി തൂങ്ങിക്കിടക്കുകയാണ്. കോവർ കഴുത ഓടിയും പോയി. അയ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുമ്പം ഒരുത്തൻ ഇങ്ങോട്ട് വന്നു, വിവരമറിയിച്ചു. എന്നിട്ട് ആ സൈന്യാധിപൻ ഒന്ന് മൂന്ന് കുന്തം അതെങ്ങനെ പിടിച്ചതെന്ന് എനിക്കറിയത്തില്ല. 3 എണ്ണം ഒരുമിച്ച്. നാട്ടിൽ ഈ ചിപ്സ് ഉണ്ടാക്കുന്ന കടയുണ്ട്, ചിപ്സ് കോട്ടയത്തൊക്കെ ഉണ്ട്. ഒരു വലിയ പാത്രത്തിനകത്ത് ഇവൻ 5 ഏത്തയ്ക്ക ഈ 5 ഇതിനകത്ത് പിടിക്കും. 5 എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിപ്സ് ഉണ്ട്. ഇതുപോലെ 3 കുന്തം ഇങ്ങോട്ട് പിടിച്ചേച്ച് ഇവിടോട്ട് കുത്തി അങ്ങ് ഇറക്കി തൂങ്ങിക്കിടക്കുക. അത് കഴിഞ്ഞിട്ട് തീർന്നില്ല. 10 ബാല്യക്കാർ നിന്ന് പട്ടിയെ അടിച്ചു കൊല്ലുന്ന പോലെ അടിച്ചു കൊന്ന് അവിടെ മറവ് ചെയ്തു. ദാവീദ് പറഞ്ഞെന്തായിരുന്നു? കുമാരനോട് ഒന്നും ചെയ്യല്ലേ. പക്ഷേ ഈ സൈന്യാധിപൻ കണ്ടിട്ടുണ്ട് എന്തൊക്കെ ദ്രോഹം അവൻ ചെയ്തത്. അവൻ്റെ കഥ കഴിഞ്ഞു. 5 ശത്രുക്കൾ നമുക്കുണ്ട്. നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നിന്നോ ചാർച്ചയിൽ നിന്നോ സമുദായത്തിൽ നിന്നോ ഒക്കെ പോരാട്ടം വരും. നാളെ അവർ രക്ഷിക്കപ്പെട്ട് നമ്മുടെ കൂടെ വരുവാനുള്ളവരാണ്. അതുകൊണ്ട് സ്നേഹത്തോടെ പെരുമാറുക. നമ്മളുടെ സ്വന്തം പിതൃഭവനത്തിൽ നിന്ന് ഉപദ്രവം നേരിട്ടാലും നമ്മൾ പ്രതിക്രിയ ചെയ്യരുത്. സമയം കഴിഞ്ഞിരിക്കുന്നു, ഞാൻ നിർത്താൻ പോവുകയാണ്. കർത്താവ് ദൈവമക്കളെ ഇവിടെ നിങ്ങളെ ആക്കിയല്ലോ. നിങ്ങൾ ഇവിടെ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർന്നു പോകും. ഞങ്ങൾ കേരളത്തിൽ നിന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരും. സെയിം ഡിസ്റ്റൻസ് ആണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ പറഞ്ഞു. ദൂരെ കൂടുതലില്ല, ദൂരെ വ്യത്യാസവുമില്ല. സ്വർഗം നമുക്കെല്ലാവർക്കും തുല്യ അകലത്തിലാണ്. കർത്താവ് വരും. അവനെ സ്നേഹിച്ചൊരു കൂട്ടം ജനം ഇവിടെയുണ്ട്. അവൻ്റെ നിധികളാണ്, ട്രഷറുകളാണ് ഈ ഭൂമിയിൽ വെച്ചിരിക്കുകയാണ്. ഇതിനെ തകർക്കാൻ പിശാച് ശ്രമം നടത്തും. പാഴ്ശ്രമങ്ങളാണ്. ദൈവസഭയെ തകർക്കുവാൻ ശ്രമിച്ചവരെല്ലാം തകർന്ന് മണ്ണിൽ മറഞ്ഞിട്ടുണ്ട്. ദൈവസഭ ശക്തിയോടെ വളരുകയാണ്. ആ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയാകുന്ന പ്രോജക്റ്റിലെ ഒരു കൊച്ചു ഭാഗം ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ചെറിയ കാര്യം. ഇസ്രായേൽ പെൺകുട്ടി നയമാൻ്റെ വീട്ടിൽ പോയി വേണമെങ്കിൽ അവളുടെ അപ്പനെയും അമ്മയും കൊന്ന ആളാ.
പ്രതികാരം അവൾക്കില്ല. ആ മനുഷ്യൻ കുഷ്ഠരോഗം പിടിച്ച് പിടയ്ക്കുന്നത് കണ്ടപ്പോൾ അവനോട് അലിവ് തോന്നി മാർഗം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒത്തിരി കൊച്ചു ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും. അന്ന് ആ 5 അപ്പം കൈമാറിയ ബാലകൻ്റെ പേരെന്തുമായിരുന്നു? ഇന്നവരെ ആർക്കും അറിയത്തില്ല. അവനുണ്ട്. അവൻ്റെ പക്കൽ ഉണ്ടായിരുന്നത് കൈമാറി, ഹാൻഡ് ഓവർ ചെയ്തു. 1000 കാശ്. കൊച്ചു പാർട്ടാണ് ദൈവം നിങ്ങൾക്ക് തന്നതെങ്കിൽ അതങ്ങ് ചെയ്യണം. ബില്ലി ഗ്രഹാം ചെയ്തതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ മുറിക്കകത്ത് കയറി ചുമ്മാ മൂങ്ങിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. വട്ട് എവർ യു ക്യാൻ ഡു നൗ, ഡു ഇറ്റ്. എവിടെ പോകാൻ കഴിയുമോ പോകുക. എന്ത് ചെയ്യാൻ കഴിയുമോ അത് കർത്താവിനെന്ന പോലെ ചെയ്യണം. ഈ സഭയുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി നിങ്ങളുടെ ദൈവദാസനോട് ചേർന്ന് നിന്ന് എന്തൊക്കെ സർവീസ് ചെയ്യാമോ അതെല്ലാം ചെയ്യുക. ഹല്ലേലൂയ. അവയെല്ലാം കുറിച്ചു വയ്ക്കുന്നൊരു ദൈവമുണ്ട്. നമ്മളൊരു പാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ അതുപോലും കണക്കിട്ട് പ്രതിഫലം നൽകുന്ന കർത്താവ്. നമ്മൾ ഞെട്ടിപ്പോകും, കർത്താവ് നിനക്ക് ആള് മാറിപ്പോയതാണോ? അല്ല, ആള് മാറിയതൊന്നുമല്ല. നമ്മൾ പോലും ചിന്തിക്കാതെ നാം ചെയ്യുന്ന നല്ല ശുശ്രൂഷകൾ ദൈവം കുറിച്ചു വെച്ച് അവയ്ക്ക് പ്രതിഫലം നൽകും. ഹല്ലേലൂയ. ആ പാടിയ പാട്ടിൻ്റെ ചരണം നമ്മളൊന്ന് പാടി അവസാനിപ്പിക്കും. ഈ 5 ശത്രുക്കളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. 3, 2. 3നോട് വിഗറസായിട്ട് റിയാക്ട് ചെയ്തു. പിന്നത്തെ 2നോട് സ്നേഹത്താൽ ഇടപെട്ടു. പോരാട്ടമുണ്ട്, ജഡരക്തങ്ങളോട് അല്ല. ജഡരക്തങ്ങളായ മനുഷ്യരോട് നമുക്ക് പോരാട്ടമില്ല. പക്ഷേ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അധികാരികളോടും സ്വർലോക ദുഷ്ടാത്മസേനകളോടും നമുക്ക് നിരന്തരം മരണം വരെ പോരാടുകയാണ്. പോരാടിയാൽ ആര് ജയിക്കും? ഇന്നലെ ഞാൻ ഇവരോട് പറഞ്ഞു, ഇന്നലെ വരാഞ്ഞവർക്ക് വേണ്ടി പൗലോസിനെ അണൽ കടിച്ചാൽ ആര് ചാകും? സോണി പാസ്റ്റർ കറക്റ്റാ. പൗലോസിനെ അണൽ കടിച്ചാൽ നിങ്ങൾ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കത്തില്ല വീട്ടിൽ? അത് ഹാംബർഗറും ഒക്കെ വെച്ച് സുഹൃത്തുക്കൾ. പൗലോസ് സ്നേക്ക് ബാർബിക്യൂ ഉണ്ടാക്കി. സ്നേക്ക് ബാർബിക്യൂ. നമ്മൾ തോൽക്കത്തില്ല, ജയിക്കും. എല്ലായിടത്തും എല്ലായ്പ്പോഴും നാം വായിക്കുന്ന ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ പോകാൻ ഞാൻ വരും. കുറിവാക്യം വായിച്ചത് ആർക്ക് പറയാം? എന്തായിരുന്നു നമ്മൾ വായിച്ചത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ഒരു കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ?